മിനിമം വരുമാനം പദ്ധതി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ രാഹുൽ തരംഗം അലയടിക്കുമെന്നാണ് വിലയിരുത്തൽ. തെക്കേ ഇന്ത്യയുടെ മനസ്സ് പിടിക്കാൻ രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യവും അതിശക്തമായി ഉയരുകയാണ്. എന്നാൽ ഹൈക്കമാൻഡിന് കർണാടകയിൽ സുരക്ഷിത മണ്ഡലം കണ്ടെത്താനായിട്ടില്ല. ഇതുവരെ 2 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ എത്തുമെന്ന വിലയിരുത്തലിന് ശക്തി കൂടിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ താൻ തന്നെ സ്ഥാനാർത്ഥി എന്ന വിശ്വാസത്തിലാണ് ടി സിദ്ദിഖും. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സർവത്ര ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് കൂടിയാലോചന നടത്തും. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തീരുമാനമെടുത്താൽ വയനാടിനായിരിക്കും മുൻഗണന. മിനിമം വരുമാനം പദ്ധതി ഉത്തരേന്ത്യൻ വോട്ടർമാരിൽ രാഹുലിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലെ മണ്ഡലം തെരഞ്ഞെടുക്കുന്നത് പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കില്ല. കർണാടകയിൽ JDSനെ പൂർണ്ണമായും വിശ്വസിക്കാനാവാത്തതിനാൽ കേരളം സുരക്ഷിതമെന്നാണ് വിലയിരുത്തൽ. വടകരയിലും വയനാട്ടിലും ഇനിയും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുമില്ല. രാഹുലിന്റെ മനസ്സ് അറിയുന്നതിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കാത്തിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷന് മത്സരിക്കാൻ കർണാടകത്തിനേക്കാൾ നല്ലത് കേരളമാണെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരാനുള്ള സാധ്യതകൾ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. അമേഠിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേര് പരിഗണനയിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന ഘടകം. രാഹുൽ ഗാന്ധി കർണാടകയിൽ മത്സരിക്കണമെന്ന് PCC ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസിന് 100% സുരക്ഷിതമായ 6 മണ്ഡലങ്ങളിൽ 4 പട്ടികജാതി പട്ടികവർഗ സംവരണമാണ്. JDSനെ പൂർണ്ണമായും വിശ്വസിക്കാനും കഴിയില്ല. വയനാട് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണെന്നതും അനുകൂല ഘടകമായാണ് പാർട്ടി വിലയിരുത്തുന്നത്. പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്ക അറിയിച്ച് വിളിച്ച വയനാട് DCCയോട് കാത്തിരിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായ ഏപ്രിൽ 4 വരെ പ്രഖ്യാപനം നീളാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനിടെയാണ് രാഹുൽ എത്തിയില്ലെങ്കിൽ താൻ തന്നെ വയനാട് സ്ഥാനാർത്ഥി ആകുമെന്ന് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് വെളിപ്പെടുത്തിയത്. പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ തിരുവനന്തപുരം 2ാം അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ നിന്ന് ഇന്നലെ ജാമ്യമെടുത്ത ശേഷമായിരുന്നു സിദ്ദിഖിന്റെ പ്രതികരണം. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന്റെ ഭാഗമായാണ് സിദ്ദിഖ് തലസ്ഥാനത്തെത്തി തനിക്കെതിരെയുള്ള കോടതി നടപടികളിൽ ജാമ്യമെടുത്ത് മടങ്ങിയത്. ഇത് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടിയായിരുന്നു. രാഹുൽ മത്സരത്തിന് വിമുഖത അറിയിച്ചാൽ ഉണ്ടാകുന്ന സാഹചര്യത്തെ നേരിടാനാണിത്. കേസിൽ ജാമ്യമില്ലാ വാറണ്ട് നിലനിൽക്കെയാണ് സിദ്ദിഖ് അഭിഭാഷകൻ മിറാണ്ടയോടൊപ്പം തലസ്ഥാനത്തെ അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ എത്തിയത്. 2014 പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിനിടെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിനെ ആക്രമിച്ചു എന്ന കേസിലെ 1ാം പ്രതിയാണ് സിദ്ദിഖ്. ജൂൺ 12-നായിരുന്നു കേസ് പരിഗണിക്കാൻ നിശ്ചയിച്ചിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം കൊടുക്കാനുള്ള പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കേസ് ഇന്നലെ തന്നെ പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് അപേക്ഷ പരിഗണിച്ച കോടതി ഉച്ചയ്ക്ക് 1 മണിയോടെ കേസ് വിളിച്ച് ജാമ്യം അനുവദിച്ചു. ചങ്ങനാശ്ശേരിയിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പത്നിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷമാണ് സിദ്ദിഖ് തലസ്ഥാനത്തെത്തിയത്. തുടർന്ന് ആലപ്പുഴയിൽ യോഗത്തിൽ പങ്കെടുത്ത് അദ്ദേഹം വയനാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിനിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് അനുകൂലമായ വലിയ തരംഗമുണ്ടാക്കാൻ അതിന് കഴിയുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് സംസ്ഥാനത്തെ UDF നേതൃത്വം ഏകകണ്ഠമായാണ് ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്നത് ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകരുടെ ആഗ്രഹമാണ്. ഏറെക്കാലമായി ഈ ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട്. കേരളത്തിനൊപ്പം തമിഴ്നാടും കർണാടകവും ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. ഇതിനു മുൻപും കോൺഗ്രസ് അധ്യക്ഷന്മാർ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ടെന്നും അന്നെല്ലാം കോൺഗ്രസിന് അനുകൂലമായ തരംഗം ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന കാര്യം കോൺഗ്രസിനുള്ളിലും ഒപ്പം ഘടകകക്ഷികളുമായും ചർച്ച ചെയ്തു. ഇക്കാര്യം രാഹുലുമായി ചർച്ച ചെയ്തത് കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് രാഹുൽ ഗാന്ധിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വയനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന് BJP. വയനാട് സീറ്റ് വിട്ടു നൽകുന്നതിൽ എതിർപ്പില്ല എന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും അറിയിച്ചു.